എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ അവിടെ ഈ എംപ്ലോയബിലിറ്റി ട്രെയിനിങ്ങും ഈ എൻ്റർപ്രണർഷിപ്പ് ട്രെയിനിങ്ങും ഉണ്ടായിരുന്നു. എവിടെയായിരുന്നു? കേഡർ ട്രിവാൻഡ്രം. കേഡർ എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട് മോളിൻ്റെ അടുത്ത് ഉച്ചമനോടെ പഠിക്കുന്നു. അപ്പോൾ അവിടെ വിട്ട ശേഷം അവരിങ്ങനെ പല സ്കില്ലുമായിട്ട് എക്സ്പോസ് ചെയ്തിട്ട് അവർ തമ്മിൽ ഭേദം ഒരു ഇൻട്രസ്റ്റ് കാണിച്ചത് ഈ പ്രിൻറ്റിങ്ങിലാണ്. കോർപ്പറേറ്റ് ഗിഫ്റ്റ് പ്രിൻറ്റിങ്. അത് ഈ ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഗ്ഗാവാം, ടീഷർട്ടാവാം, അല്ലെങ്കിൽ ഈ ഗിഫ്റ്റ് കൊടുക്കുന്ന പ്ലേറ്റിലൊക്കെ പ്രിൻറ്റിങ് ആവാം. അപ്പോൾ ഈ പ്രിൻറ്റിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഈ സപ്ലിമേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിലാണ്. ആ പ്രോസസ്സിൽ ഈ മഗ്ഗിൽ ഈ നമ്മൾ പ്രിൻറ്റ് ചെയ്ത സാധനത്തിൻ്റെ ആ ഇമേജ് ഇതിനകത്ത് ട്രാൻസ്ഫർ ചെയ്യണം അണ്ടർ ഹീറ്റ് ആൻഡ് പ്രഷർ. അപ്പോൾ അതിന് ചെറിയൊരു എക്യുപ്മെൻറ്റ് ഉണ്ട്. ആ എക്യുപ്മെൻറ്റ് നമ്മൾ ഹീറ്റ് പ്രഷർ കൊടുക്കാൻ പറ്റും. മോനാണ് ഇതെല്ലാം ചെയ്യുന്നത്? മോനെ എല്ലാം ചെയ്ത്. ഇതിനകത്ത് ക്രിട്ടിക്കൽ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻ്റ് ഔട്ട് നമ്മൾ പുറത്തുനിന്ന് എടുത്തിട്ട് കട്ട് ചെയ്യണം. കട്ട് ചെയ്ത് ഒട്ടിക്കണം. കട്ട് ചെയ്ത് ഒട്ടിക്കുന്ന പ്രോസസ്സിനെ പറ്റി കത്തിയൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഇഞ്ചുറി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് ഈ കട്ട് ചെയ്ത് കൊടുക്കും. ബാക്കി മെഷീനകത്ത് വെക്കുന്നതും എടുക്കുന്നതും സെറ്റ് ചെയ്യുന്നത് തന്നെ തന്നെയാണ്. തിരിച്ചെടുക്കുന്നത് ഈസിയാണ്. അങ്ങനെയാണ് ഞാൻ നീങ്ങളല്ലോ Eh,